കാര്യവട്ടം ക്യാമ്പസിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആ വിദ്യാർത്ഥിയുടെ പേര് പറയാൻ കഴിയില്ല. ആ വിദ്യാർത്ഥിയുടെ മുഖം നമുക്ക് ബ്ലർ ചെയ്തുകൊണ്ട് കൃത്യമായ ദൃശ്യം കാണിക്കാനും കഴിയില്ല. പക്ഷേ അവൻ എന്താണ് അനുഭവിച്ചത് എന്ന് നമുക്ക് അവൻ തന്നെ നമ്മോട് ഈ ചർച്ചയിൽ പറഞ്ഞു തരും. അപ്പോൾ നിനക്ക് ഇന്ന് ഉണ്ടായ സംഭവം ഇപ്പോൾ മൊഴിയെടുക്കാൻ എത്തി സ്റ്റേഷനിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെ ആണ് ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഈ SFI നേതാക്കൾക്കെതിരെയാണല്ലോ പരാതി പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഗൗരവത്തോടെ പരാതികൾ എടുക്കുന്നുണ്ടോ? എന്തൊക്കെ ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു? SFI നേതാക്കൾക്കെതിരെയല്ല, നമ്മളെ സീനിയേഴ്സ് കോളേജില് തേർഡ് ഇയർ സീനിയേഴ്സിന് എതിരെയാണ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് പിന്നെ ഈ മർദ്ദനമേൽക്കേണ്ടി വന്നത്? എങ്ങനെയാണ് ഇടിമുറിയിലേക്ക് ഒരു യൂണിറ്റ് റൂമിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയാണോ മർദ്ദിച്ചത്? അല്ല, യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇപ്പൊ പുറത്ത് കൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ വെള്ളം തന്നതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ മർദ്ദിച്ച ആളുകൾ ആരൊക്കെയാണ് മർദ്ദിച്ചത്? ഈ യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറയുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ നേരത്തെ മോൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ അവിടെ കൊണ്ടിട്ട് മർദ്ദിച്ചു, നിലത്തിരുത്തി, പിന്നീട് മർദ്ദനം മുളവടി കൊണ്ട് തലക്കടിച്ചു, അങ്ങനെയൊക്കെയാണോ ചെയ്തത്? അതൊക്കെ മറ്റേ 4 കെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? സ്ഥലത്ത് വെച്ചായിരുന്നു മർദ്ദനമൊക്കെ. എന്തിനാണ് അടിച്ചത്? കുറച്ച് പേരുണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തോ എന്തിനാണ് അടിച്ചത്? ഇപ്പൊ നമ്മളെ ചെറിഞ്ഞു നോക്കിയിട്ടായിരുന്നു അടി തുടങ്ങിയത്. നടന്നപ്പോ നമ്മളെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് എവിടെ പോണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് അടി തുടങ്ങിയായിരുന്നു. അവർക്ക് അടിക്കാൻ തോന്നാൻ കാര്യം എന്താ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അവര്? അല്ല, അതൊന്നും പറഞ്ഞില്ല, അതിനെ പറ്റി അറിയില്ല. പറയാതെ വന്നങ്ങ് മർദ്ദിക്കുകയാണ്. പറയാതെ ഒന്നും ചെയ്യാതെയും ഒന്നും പറയാതെയും കണ്ടപ്പോഴങ്ങ് അടിക്കുകയായിരുന്നോ? നമ്മളെ കുറെ നേരം ഇങ്ങനെ ചെറിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു ദേഷ്യപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്നപ്പം നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ആദ്യം തള്ളുമായിരുന്നു. തള്ളിയാണ് അടി തുടങ്ങിയത്. നേരത്തെ എന്തെങ്കിലും ഇവര് ഇതുപോലെ പെരുമാറിയിട്ടുണ്ടോ? അതോ ആദ്യമായിട്ടുള്ള സംഭവമാണോ? ഇല്ല, പെരുമാറിയിട്ടില്ല. ഇവരൊക്കെ ഇവിടെ പ്രബലരായിട്ടുള്ള ആളുകളാണോ? ശേഷിയൊക്കെ ഉള്ള ആളുകളാണോ? എന്തോ ഇവരൊക്കെ വലിയ ആളുകളാണോ? അവിടുത്തെ കോളേജിലെ വലിയ ആളുകളാണോ? അതെ, സീനിയേഴ്സാണ്, തേർഡ് ഇയേഴ്സ് ആണ്. അപ്പൊ ഈ യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോകാൻ കാര്യം എന്താണ്? സീനിയേഴ്സ് ആണ്, തേർഡ് ഇയേഴ്സ് ആണ്. യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയത് എന്തിനാ? അത് എൻ്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. എന്നിട്ടാണ് അവിടെ നിന്ന് ഈ വെള്ളം ചോദിച്ചപ്പോൾ ആദ്യം തന്നില്ലായിരുന്നു. പിന്നെയാണ് എൻ്റെ അടുത്ത് ഈ വെള്ളം ചോദിച്ചിട്ട് ഒരു ചാട്ടം കൊണ്ടുവന്നപ്പോൾ അത് പകുതി കളഞ്ഞിട്ട് ബാക്കി വായിലിട്ട് ഉപ്പിളിച്ച് ബാക്കി അതിൽ തുപ്പി വെച്ച് തന്നത്. അതാരാണ്? പേരറിയാമോ? ആരാ? അല്ല, ഈ വെള്ളം തന്ന അങ്ങനെ കുപ്പിളിച്ച് തുപ്പി തന്ന ആളുടെ പേരറിയാമോ? പേര് വേലു. അപ്പൊ വേലുവിനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ അല്ലേ? അതെ. അപ്പോൾ ഈ മോന് കിട്ടിയതുപോലെ ആർക്കെങ്കിലും അടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മോശമായ രീതിയിൽ അങ്ങനെ പെരുമാറിയിട്ട് അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? അതോ താങ്കൾക്ക് മാത്രമാണോ അടി കിട്ടിയത്? ഇല്ല, അങ്ങനെ എനിക്കും എൻ്റെ കൂട്ടുകാരനാണ് അടി കിട്ടിയത് അവിടെ 4 കെട്ടിൻ്റെ അവിടെ വെച്ച്. കൂട്ടുകാരൻ്റെ പേരെന്താ? ക്ഷമിക്കണം, പേര് പറയണ്ട. കൂട്ടുകാരനും ഇത്തരത്തിൽ മർദ്ദനമേറ്റ് വെറുതെ നിന്നപ്പം തന്നെയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ നടന്നു വന്നപ്പോഴാണ് ഇത്. ഈ സാറുമാരുടെ അടുത്തൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, അധ്യാപകരോടൊക്കെ പറഞ്ഞിരുന്നോ? കംപ്ലൈന്റ് ചെയ്തിരുന്നോ? അധ്യാപകരോട് അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ടീച്ചറിനെ വിളിച്ച് പറയണത്. പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഭീഷണി മുഴക്കിയോ?
ആ മഴയ്ക്ക് എന്തോ പറഞ്ഞു? പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞു, അതേപോലെ അടിക്കുമെന്ന് പറഞ്ഞു. ഇത് റാഗിംഗ് ആണോ? റാഗിങ്ങിന്റെ പേരിലാണെന്ന് മനസ്സ് തോന്നിയത് എങ്ങനെയാ? വൈരാഗ്യമൊന്നുമില്ല, അത്ഭുതം തോന്നിയാണ്. കാരണം ഒരു വൈരാഗ്യമില്ല, കണ്ടിട്ട് ചെറിയുന്നു, രൂക്ഷമായി നോക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാതെ വന്ന അവർക്ക് ഇഷ്ടപ്പെടാതെ തോന്നിയത് എന്താണ്? കുപ്പിയിൽ വെള്ളം തന്നു, പിന്നെ എൻ്റെ അടുത്ത് മുട്ടുകാലി നിർത്തി, ഷർട്ട് ഉരിപ്പിച്ചു, പിന്നെ ഇതേപോലെ പുറത്ത് പറയില്ലെന്ന് പറഞ്ഞ്. എൻ്റെ അടുത്ത് വേലു എന്ന് പറഞ്ഞ ആള് പുറത്ത് പറഞ്ഞ് അതേപോലെ തന്നെ റാഗിയോന്നും പറഞ്ഞു. അപ്പോൾ ഇവരുടെ സ്ഥിരം പരിപാടിയാണോ? അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? അല്ല, അതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂടാ. ഒന്നാം വർഷം അപ്പം മറ്റാർക്കെങ്കിലും ഇക്കാര്യം വേറെ ആരെങ്കിലും പറഞ്ഞോ, അതോ വീട്ടിൽ വന്ന് പറയുകയായിരുന്നോ ആദ്യം? അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അതല്ല, താങ്കൾ വീട്ടിൽ വന്ന് അച്ഛനോ രക്ഷിതാക്കളോട് പറഞ്ഞപ്പോഴാണോ പരാതി കൊടുക്കണം, പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, പരാതി കൊടുക്കണമെന്ന് തോന്നിയത്? അതെ. വീട്ടുകാരും കേട്ടിട്ട് വിഷമിച്ചു പോയില്ലേ? വിഷമിച്ചു. പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞോ? പോലീസ് കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് എഴുതിയോ, മൊഴി രേഖപ്പെടുത്തിയോ? റാഗിംഗ് എന്ന നിലയിലാണോ കേസ് എടുത്തിരിക്കുന്നത്? റാഗിംഗ് എന്ന നിലയിലാണോ കേസ് എടുത്തിരിക്കുന്നത്? അതിനെപ്പറ്റി അറിയില്ല. അതിനെ അറിയാവൂ. ഈ സീനിയേഴ്സിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താ? അതിനെപ്പറ്റിയൊന്നും കറക്റ്റ് അറിയില്ല. അല്ല, നേരത്തെ രാവിലെ വന്ന പരാതിയിൽ പറഞ്ഞിരുന്നുവല്ലോ, SFI എന്ന് മോൻ്റെ അച്ഛനും പറയുന്നു. എന്തോന്ന്? SFI നേതാക്കളാണെന്ന് അതിൽ പാർട്ടിയിലുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും അറിഞ്ഞത് അവിടുത്തെ പ്രധാനപ്പെട്ട യൂണിറ്റിന്റെ നേതാക്കൾ കൂടിയാണ് എന്നാണ് ഞങ്ങൾക്കും അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും അറിവ്? അതറിയത്തില്ല. യൂണിറ്റിലുണ്ട്. പേടിയുണ്ടാന്നോ? പറയാൻ പേടിയുണ്ടല്ലേ? കുഴപ്പമില്ല. എന്തായാലും വിഷമിക്കാതിരിക്കുക. എന്തായാലും പരാതിയുമായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, ഗൗരവത്തോടെ തന്നെ മുന്നോട്ട് പോവുക. കേട്ടോ? അപ്പൊ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി പഠിക്കുക, പഠനത്തിൽ ശ്രദ്ധിക്കുക കേട്ടോ, പഠനത്തിൽ ശ്രദ്ധിക്കുക. ശ്രീ യെസ്, ഓക്കെ. നന്ദി മോനെ, നന്ദി.